ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾക്ക് ബിഗ് ബോസ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ്, അത് ലാസ്റ്റ് വീക്കിന് മുമ്പുണ്ടായിരുന്ന വീക്കെൻഡ് എപ്പിസോഡ് കാണാൻ വേണ്ടി പോയതാണ്. ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞ് വിന്നറും വന്ന് അവർ വേണമെങ്കിൽ സെറ്റ് വരെ പൊളിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഏട്ടൻ പാർക്കിങ്ങിന് വേണ്ടി പോയി. അയ്യോ, അപ്പോൾ വലിയൊരു കഥ നടന്നു. അപ്പോൾ ഏട്ടൻ ഞങ്ങളെ 2 ലേഡീസ് ഇരിക്കുന്നുണ്ടായിരുന്നു, അവരുടെ അടുത്ത് ഇരുത്തിയിട്ടാണ് പോയത്. ഞാൻ കുറച്ച് നോക്കണു, അടുത്തിരുന്ന കുട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ വിറയ്ക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് തണുത്തിട്ടാണ്. പിന്നെ നോക്കണം, മറ്റേ കാന്താരയിലെ പോലെ ഒരൊറ്റ അലറലായിരുന്നു. പിന്നെ അതുകൂടെ ആന കളിക്കണ പോലെ കളിക്കുന്നു. ആ കുട്ടിക്ക് എന്താ മെൻ്റലി ഇതും. ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച് പോയി. മോളെ എനിക്ക് നോക്കണം, ആകെ ടെൻഷൻ അടിച്ചു. പിന്നെ എന്തായാലും ഞങ്ങൾ രാവിലെ അവിടെ എത്തി. കസിൻ്റെ വീട്ടിലാണ് സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് റെഡിയായി 10 മണിയാകുമ്പോഴേക്ക് ബിഗ് ബോസ് സീസൺ 7 ഷൂട്ടിങ് കാണാൻ പോയി. അവിടെ എത്തണു ഇവർ അരുൺ അരവിന്ദ് വഴി ഇവരെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ കാണാൻ പോയത്. അയ്യോ, ലാലേട്ടനെ ഒന്നും പറയാൻ വയ്യ. കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്നു, അങ്ങനെ നോക്കിയിരിക്കുകയെന്നൊക്കെ പറയില്ല. ഞാൻ ലാലേട്ടനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഫ്രണ്ട് ജിതേഷ് ഏട്ടനുണ്ടായിരുന്നു. പുള്ളി അന്ന് തന്നെ വൈകുന്നേരം റിട്ടേൺ ആയിരുന്നു. പുള്ളീനെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ പോയി. അതിന് ഓട്ടോയിൽ ഞങ്ങളുടെ കൂടെ വേറൊരു യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ സീറ്റ് കിട്ടാതെ, മോൾക്കാണെങ്കിൽ എവിടെ കയറിയാലും സീറ്റ് വേണം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ ഞാൻ താഴേക്ക് ഇരുന്നാണ് വന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അന്ന് പിന്നെ എവിടെയും പോയില്ല, വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഞങ്ങൾ ബീച്ച് കാണാൻ പോയി. അച്ഛനും മോളും ബീച്ചിൽ കളിയായിരുന്നു. ഞാനവിടെ ഇരുന്നു റെസ്റ്റ് എടുത്തു. എനിക്ക് ആ ബീച്ചിൻ്റെ അവിടെ നിന്ന് ഓട്ടോയിൽ ഇറങ്ങിയിട്ട് തന്നെ ഈ കടലിലേക്ക് എത്താൻ എത്ര ദൂരം നടക്കണമായിരുന്നു എന്നറിയാം. നടന്ന് ഞാൻ ക്ഷീണിച്ചു പോയി. അപ്പം ഞാൻ റെസ്റ്റിങ്ങിലായിരുന്നു. ഇവർ രണ്ടുപേരും കളിച്ച് തിമിർത്തു. അതിനുശേഷം ഒരു കുതിര വന്നു, കുതിരക്കാരൻ വന്ന് ഇവർ രണ്ടുപേരും ആ കുതിരയിലൊക്കെ കയറി രണ്ടുപേരും അങ്ങനെ കളിച്ച്. അവൾക്ക് ബീച്ചെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ കളിക്കുക, ബീച്ചല്ല എവിടെയാണെങ്കിലും വെള്ളം ഉണ്ടായാൽ മതി അവൾക്ക്. അങ്ങനെ സമ്മതിക്കാറില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവൾക്ക് അതിൻ്റേതായൊരു എൻജോയ്മെൻറ്റ് മോഡാണ് ആൾക്ക്. അങ്ങനെ അതൊക്കെ കളിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ അന്ന് തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിച്ച് ഞാൻ ഫുഡ് ചെന്നൈയിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ കഴിച്ച്. ബിഗ് ബോസിൻ്റെ അവിടുത്തെ ഫുഡ് എനിക്ക് ഫുഡ് അത്ര മോശമല്ല, പക്ഷേ എനിക്ക് അവിടുത്തെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റൊന്നും അത്ര പറ്റാത്തതുകൊണ്ട് എനിക്കവിടെ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചെത്തി. എന്നിട്ട് പിന്നെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് നേരെ ഡിമാർട്ടിലേക്ക് വീട്ടിൽ പോയിട്ട് റെഡിയായിട്ട് ഷോപ്പിങ്ങിന് പോയി. ഡിമാർട്ടിൽ നല്ല വില കമ്മിയിൽ കിട്ടുന്ന സാധനങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. മോൾക്ക് ഡ്രസ്സുകളൊക്കെ ഒരുപാട് കിട്ടി. പിന്നെ ഇവൾക്ക് വാച്ച് വേണം പറഞ്ഞിട്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു വാച്ച് കിട്ടി. അതിൻ്റെ ഷോ ഓഫാണ് ആൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോത്തീസിക്ക് പോയി. ആ മിറർ അത്ര ക്ലീൻ അല്ലെങ്കിൽ ആളുടെ പോസ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഇതൊക്കെ പോത്തീസാണ്. ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻറ്റും എന്താ പറയുക, ഒരു അടിപൊളിയായിരുന്നു സെറ്റപ്പ്. അങ്ങനെ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. തിരിച്ച് ഞങ്ങൾ ഓട്ടോ അല്ല, ഞങ്ങൾ ആദ്യം നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ അവിടെ. പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. വൈകുന്നേരം ശനിയാഴ്ച റിട്ടേൺ ആയിരുന്നു.